ഇന്ന് ഞാനേ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു പൗഡറിൻ്റെ പാക്കറ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ പറയുന്ന പോലെ പാലിൽ ഇതിൽ ഒരു പാക്കറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയിട്ട് അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല കട്ടായിട്ടുള്ള ഐസ്ക്രീം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് പാലിലേക്ക് നമ്മളീ ഒരു പൊടി കംപ്ലീറ്റ് ആയിട്ടും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിക്കൊന്നും ആവില്ല, നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 2-3 ദിവസം ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നനച്ചിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അത് ചെറിയ പീസ് ഞാൻ കട്ട് നോക്കിയപ്പം. പക്ഷേ ആ ഒരു ഐസിൻ്റെ ആ ഒരു കണ്ടൻറ്റും കൂടെ ആകുമ്പോൾ അത്ര ഒരു വെള്ളം പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് നമ്മളത് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്ന പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പം ഭയങ്കര പാടാണ് കേട്ടോ, നല്ല കട്ടിയുള്ള ഐസല്ലേ. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തു. പിന്നെ സംഭവം ഭയങ്കര ലൂസായിട്ട് പോയിട്ടോ. അതുപോലെ പറയുന്ന പോലെ ഞാൻ 1 മിനിറ്റാണ് ഞാൻ അടിച്ചത്. പക്ഷേ ആദ്യത്തെ ഒരു 30 സെക്കൻഡ്സ് ആയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ആ 1 മിനിറ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി നല്ല കട്ടിയിൽ കിട്ടുമെന്ന്. പിന്നെ സംഭവം എത്ര അടിച്ചിട്ടും ആ ഒരു വെള്ളം പോലെ തന്നെ ആയിട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ സംഭവം ഏതായാലും ഫ്ലോപ്പായി. ഐസ്ക്രീം നടക്കുന്നില്ല. എൻ്റെ മക്കളാണെങ്കിൽ ഇവിടെ ഐസ്ക്രീമിന് വേണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിലൊരു വേറൊരു വെറൈറ്റി ആയിട്ട് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കോൾഡ് കോഫി ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലാണെങ്കിൽ ഐസ്ക്രീം ചേർത്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ആണല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആ ഒരു പാല് കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് കോഫി പൗഡറും പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഗ്ലാസ് കുറച്ച് ആ ഒരു ചോക്ലേറ്റ് സിറപ്പും ഐസൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കോഫിയും നമ്മൾ ഐസ്ക്രീമിൻ്റെ അതും എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തികയാത്തതുകൊണ്ട് ഞാനിതാ കുറച്ചും കൂടെ ആ ഒരു നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു മിക്സില്ലേ, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ആ ഒരു കോഫി പൗഡറും നമ്മളെ ആ ഒരു സിറപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഐസ്ക്രീം ചേർത്തിട്ടുള്ള അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു തിക്നെസ് ഇല്ല, പക്ഷേ ടേസ്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.